ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ജോഗ്രഫിയുടെ NCERT അതിൻ്റെ കണ്ടൻസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. GC ലിയോങ്ങിൻ്റെയും അതുപോലെ തന്നെ ഫിസിക്കൽ ജോഗ്രഫിയുടെയും കണ്ടൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് 11th ക്ലാസ്സിലെ 11ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റ് ബുക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫിസിക്കൽ ജോഗ്രഫി നമ്മൾ ഡിസ്കസ് ചെയ്തതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ആസ്പെക്റ്റാണ് ഇതിൽ ഉണ്ടാവുക. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഇതിൽ ആകെ 6 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. 6 യൂണിറ്റുകളാണുള്ളത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട യൂണിറ്റുകൾ? ഒന്ന്, ഇന്ത്യയുടെ ലൊക്കേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തത് ഇന്ത്യയുടെ ഫിസിയോഗ്രഫി ആൻഡ് സ്ട്രക്ചർ, ദെൻ ഡ്രെയിനേജ് സിസ്റ്റം, റിവർ സിസ്റ്റം ആൻഡ് ഓൾ. നെക്സ്റ്റ് ക്ലൈമറ്റ്, വെജിറ്റേഷൻ ആൻഡ് സോയിൽ. അത് കഴിഞ്ഞാൽ നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ. ഇത്രയാണുള്ളത്. നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ. ഇതിൽ ഇന്ത്യയുടെ ലൊക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയുടെ ലൊക്കേഷൻ, ജോഗ്രഫി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ കൂടെ അറ്റ്ലസ് കരുതി വെക്കുന്നത് നന്നായിരിക്കും. ഓരോ കാര്യങ്ങൾ, അതുപോലെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോഗ്രഫിക്കൽ നോട്ട്സ് ഉള്ള അല്ലെങ്കിൽ ഫാക്റ്റുകളുള്ള കാര്യങ്ങൾ, എക്സാമ്പിൾ ഇറ്റലിയിൽ കോവിഡ് വ്യാപകമായി എന്ന് വായിക്കുമ്പോൾ ഇറ്റലി എവിടെയാണ്, അതിൻ്റെ നെയ്ബറിങ് കൺട്രീസ് ഏതൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഇന്ത്യയുടെ ലൊക്കേഷൻ എന്താണ്, ഇന്ത്യയുടെ ലൊക്കേഷൻ ഏതൊക്കെയാണ്, ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇതിലെ ഏതാണ് പ്രധാനപ്പെട്ട നോർത്തേൺ പോയിൻ്റ്, സദേൺ പോയിൻ്റ്, ദെൻ വെസ്റ്റ് മോസ്റ്റ്, ഈസ്റ്റ് മോസ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. അതുപോലെ പ്രധാനപ്പെട്ട രേഖകൾ, ഇക്വേറ്റർ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ടോ, ഇനി ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരായന ദക്ഷിണായന രേഖകൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ പഠിക്കാനുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ഈസ്റ്റേൺ വേൾഡ്, പൗരസ്ത്യദേശത്ത് ഇന്ത്യയുടെ സ്ഥാനം, യാത്രകൾ, അതിൻ്റെ റൂട്ടുകൾ ഒക്കെ ആയിട്ട്. ഇന്ത്യയുടെ സൈസ്, എത്രയാണ് സൈസ് ഇന്ത്യയുടെ, ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ്, ഇന്ത്യയുടെ അടുത്തുള്ള രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ അയൽ രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്. നെക്സ്റ്റ്, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നിങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നോക്കണം. ഷോർട്ട് ആൻസറൊക്കെ എഴുതി പഠിക്കണം. കാരണം മെയിൻസ് എക്സാം കംപ്ലീറ്റ് റൈറ്റിംഗ് സ്കില്ല് പ്രാക്ടീസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ റൈറ്റിംഗ് സ്കില്ല് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പം NCERT വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. യൂണിറ്റ് 2 ഫിസിയോഗ്രഫി, ഇന്ത്യയുടെ സ്ട്രക്ചർ, റിലീഫ്, ഡ്രെയിനേജ് സിസ്റ്റം എറ്റ്സെട്ര നോക്കാം എന്തൊക്കെയാണ്. സ്ട്രക്ചർ ആൻഡ് ഫിസിയോഗ്രഫി. നമുക്ക് 3 വിഭാഗങ്ങളായി ഇന്ത്യയെ തരംതിരിക്കാം. ഒന്ന്, പെനിൻസുലാർ ബ്ലോക്ക്, അതായത് സൗത്ത് ഇന്ത്യയൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പെനിൻസുലാർ ബ്ലോക്ക്. രണ്ടാമത്തത് ദ ഹിമാലയാസ് ആൻഡ് അതർ പെനിൻസുലാർ മൗണ്ടെയ്ൻസ്, ഹിമാലയവും പിന്നെ മറ്റുള്ള ഇന്ത്യയിലെ മറ്റുള്ള മൗണ്ടെയ്ൻസ് അഥവാ മലകൾ. ഇൻഡോ ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിന്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വായിക്കാം. ഹിമാലയത്തിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇൻഡോ ബ്രഹ്മപുത്ര പ്ലെയിൻ, ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ. ദെൻ ഓരോ മൗണ്ടെയ്ൻസിനെ കുറിച്ച്, ഇതൊക്കെ വിശദമായിട്ട് വായിച്ച സമയം വല്ലാതെ പോവും, എന്നാലും ഒന്ന് ഓടിച്ചു പോവാം.
Northern and northeastern mountains, the northern plain, the peninsular plateau, the Indian desert, the coastal plains, the islands. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഓരോന്നും തരംതിരിച്ച് തന്നിട്ടുണ്ട്. ഇത് മൾട്ടി കളറിലുള്ളതാണ്, കുറച്ചും കൂടെ വ്യക്തമാവും. പക്ഷേ ഇന്ത്യയുടെ മാപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, അത് പ്രിൻ്റ് എടുക്കാം. ഇല്ലെങ്കിൽ മാപ്പായിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഓരോന്നും, അല്ലെങ്കിൽ അറ്റ്ലസിൽ നമുക്ക് കൃത്യമായിട്ടുണ്ട്. ഓക്കെ, ഹിമാലയ. ഏതൊക്കെയാണ് ഹിമാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? ഒന്ന് കാശ്മീർ ഓർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസ്. രണ്ടാമത്തത് ഹിമാചൽ ആൻഡ് ഉത്തരാഞ്ചൽ ഹിമാലയാസ്. മൂന്നാമത്തത് ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയാസ്, ഈസ്റ്റേൺ മോസ്റ്റ് ഓർ ഈസ്റ്റേൺ നോട്ട് ഈസ്റ്റേൺ മോസ്റ്റ്, ഈസ്റ്റേൺ സൈഡിലേക്ക് പോവാണ് ഇന്ത്യയുടെ. അവിടെ നിയർ ബൈ സിക്കിം, ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയ, അരുണാചൽ ഹിമാലയ, ദെൻ ഈസ്റ്റേൺ ഹിൽസ് ആൻഡ് മൗണ്ടൈൻസ്. ഇത്രയും കാര്യങ്ങൾ. അത് ഓരോന്നും വിശദമായിട്ട് ഇതിൽ പറയുന്നുണ്ട്, വായിക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഇതൊക്കെ ഹിൽസിനെ കുറിച്ച് അതിൻ്റെ പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. പെനിൻസുലാർ പ്ലാറ്റ്യൂ. Next is Peninsular Plateau, the Deccan Plateau, the Central Highlands, the Northeastern Plateau. ഓക്കെ, അത് ഓരോന്നും വിശദമാക്കുന്നു. ദെൻ കോസ്റ്റൽ പ്ലെയിൻസ്, ദെൻ ഐലൻഡ്സ്. ഓക്കെ, പ്രധാനപ്പെട്ട ഐലൻഡ്സ് ഏതൊക്കെയാണ്? കോസ്റ്റൽ പ്ലെയിൻസ് പഠിക്കുമ്പോൾ മലബാർ കോസ്റ്റ് അല്ലെങ്കിൽ കൊങ്കൺ കോസ്റ്റ്, ഈ വെസ്റ്റേൺ സൈഡിലുള്ള കോസ്റ്റുകൾ, അതുപോലെ തന്നെ ഈസ്റ്റേൺ സൈഡിലുള്ള കോസ്റ്റുകൾ. ഇതൊക്കെ പ്രത്യേകം അതിന് ചില പേരുകളും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പോയിൻ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഡ്രെയിനേജ് സിസ്റ്റം, അനദർ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. ഇന്ത്യയിലെ ഡ്രെയിനേജ് സിസ്റ്റം എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എങ്ങനെയാണ് അതിനെ വേർതിരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ടൈപ്പ് ഏതൊക്കെ ടൈപ്പാണുള്ളത്? ദ ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം. ഓക്കെ, വൺ ഈസ് ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം. ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദികൾ, അതിൻ്റെ രൂപം എങ്ങനെയാണ് അത് രൂപമെടുത്തത് എന്നുള്ള കാര്യം. ദെൻ അതിലെ പ്രധാനപ്പെട്ട സിസ്റ്റംസ് ഏതൊക്കെ? ഒന്ന് ഇൻഡസ് സിസ്റ്റം, സിന്ധു നദിയുമായി ബന്ധപ്പെട്ട കുറേ നദികൾ. രണ്ടാമത്തത് ഗംഗാ സിസ്റ്റം, ഗംഗാ നദിയുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തത് ബ്രഹ്മപുത്ര സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് പെനിൻസുലാർ ഇന്ത്യ. അതായത് ഹിമാലയൻ നദികളെ ഒഴിവാക്കിയാൽ മറ്റുള്ള നദികൾ ഏതൊക്കെയാണ്, അവയുടെ ഇവല്യൂഷൻ എങ്ങനെയാണ്, ചെറിയ ചെറിയ നദികൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഫ്ലോ ഒക്കെ എങ്ങോട്ടാണ് ഒഴുകുന്നത്, വെസ്റ്റേൺ സൈഡിലേക്കാണോ ഈസ്റ്റേൺ സൈഡിലേക്കാണോ? ഓക്കെ, പ്രധാനപ്പെട്ട ചെറിയ ചെറിയ നദികൾ ഇതിൽ തന്നിട്ടുണ്ട്. മാഹി, സബർമതി, ശരാവതി, ബ്രഹ്മപുത്ര എക്സെട്ര, പെരിയാർ. ദെൻ റിവർ റെജിംസ്. ഓക്കെ, ചെറിയ ബുക്കാണ്, അധികം കട്ടിയില്ലാത്ത, പേജുകൾ കുറവുള്ള, എന്നാൽ ഇന്ത്യൻ ജോഗ്രഫിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണിത്. ക്ലൈമറ്റ്, വെജിറ്റേഷൻ ആൻഡ് സോയിൽ, അനദർ ഇമ്പോർട്ടൻ്റ് ഏരിയ. ഇന്ത്യയിലെ ക്ലൈമറ്റ് ഏത് തരത്തിൽ വരും? ഇന്ത്യയുടെ മൺസൂൺ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ തന്നെ മൺസൂൺ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ത്യയുടെ ക്ലൈമറ്റിനെ ബാധിക്കുന്ന മറ്റുള്ള കാര്യങ്ങൾ, ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ലാറ്റിറ്റ്യൂഡ്, എയർ പ്രഷർ, വിൻ്റർ സീസണിൽ എങ്ങനെയാണ് ഇന്ത്യയിലെ വെതർ ഉണ്ടാവുന്നത്, മെക്കാനിസം ഓഫ് വെതർ ഇൻ സമ്മർ സീസൺ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? അത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പല രീതിയിലാണ്. നോർത്തേൺ ഇന്ത്യയിൽ സമ്മർ സീസൺ വെരി സ്ട്രോങ് ആണെങ്കിൽ കോസ്റ്റൽ റീജിയൻസിൽ അത്ര സ്ട്രോങ് അല്ല. ഇതിൻ്റെയൊക്കെ റീസൺസ് എന്തൊക്കെയാണ് എന്നൊക്കെ. ഇന്ത്യൻ മൺസൂണിനെ കുറിച്ച്, എങ്ങനെയാണ് ഇന്ത്യൻ മൺസൂൺ ഉണ്ടാവുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് ഉണ്ടാകുന്നതിന് കാരണം എന്ത്, എൽനിനോ എന്ത്, അതുപോയിട്ടുള്ള എൽനിന, ലാനിന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ITCZുമായിട്ട് മൺസൂൺ എങ്ങനെ റിലേറ്റ് ആയിരിക്കുന്നു, ആൻഡ് എങ്ങനെയാണ് മൺസൂണിൽ വെള്ളം അല്ലെങ്കിൽ റെയിൻ
നമ്മുടെ ഓഷ്യനിൽ നിന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും എത്തുന്നത് എങ്ങനെ, മൺസൂൺ എങ്ങനെയാണ് ബ്രേക്ക് ആവുന്നത്, അതുപോലെ തന്നെ കോൾഡ് വെതർ സീസൺ അഥവാ വിൻ്ററിൽ എന്ത് സംഭവിക്കുന്നു. ദെൻ ഇത് പ്രഷർ ബെൽറ്റൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ അറ്റ്ലസ് വെച്ച് തന്നെ പഠിക്കുക, ഇതിൽ മൾട്ടി കളർ ഉണ്ടാവാൻ സാധ്യതയില്ല. ദെൻ ലോക്കൽ സ്റ്റോംസ്, ഓക്കെ. മാംഗോ ഷവർ എന്ന് പറഞ്ഞാൽ എന്ത്, ബ്ലോസം ഷവർ എന്ന് പറഞ്ഞാൽ എന്ത്, നോർ വെസ്റ്റേഴ്സ് എന്നാൽ എന്ത്, ലൂ എന്നാൽ എന്ത്, ഇങ്ങനത്തെ ചെറിയ ചെറിയ ടേംസ്, എന്നാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുമാണ്. ദെൻ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണെ കുറിച്ച് പറഞ്ഞു. ഇനി അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. അറേബ്യൻ സീ ബ്രാഞ്ച്, അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലുമായിട്ട് ബന്ധപ്പെട്ട ബ്രാഞ്ചസ്, ഓക്കെ. ദ ബേ ഓഫ് ബംഗാൾ, അത് രണ്ടും മീറ്റ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ മാസങ്ങളിൽ, എവിടെ, ഏതൊക്കെ തീയതികളിലാണ് ഇന്നെന്ന സ്ഥലങ്ങളിൽ എത്തുന്നത്, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ദെൻ റിട്രീറ്റിംഗ് മൺസൂൺ, മൺസൂൺ പിൻവാങ്ങുന്നത്, ആ സമയത്താണ് നമുക്ക് ഈസ്റ്റേൺ സൈഡിൽ ചെന്നൈ പോലത്തെ സ്ഥലങ്ങളിൽ മഴ ലഭിക്കുന്നത്. അതിനുള്ള കാരണം എന്താണ്, ഇനി റെയിൻ ഡിസ്ട്രിബ്യൂഷൻ എവിടെയൊക്കെയാണ് കൂടുതൽ, എത്രയൊക്കെയാണ്, അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്, ഓക്കെ. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി, ഈ എക്കണോമിയുമായിട്ട് എങ്ങനെ മൺസൂൺ റിലേറ്റഡ് ആയിരിക്കുന്നു, മൺസൂൺ ഫെയിലായ ഇന്ത്യക്ക് എന്ത് സംഭവിക്കും, മൺസൂൺ സ്ട്രോങ് ആയ എന്ത് സംഭവിക്കും, നോർമൽ മൺസൂണിൽ എന്ത് സംഭവിക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നാച്ചുറൽ വെജിറ്റേഷൻ, നമ്മൾ മഴയൊക്കെ പഠിച്ചു, മൺസൂണൊക്കെ പഠിച്ചു. ഇനി വെജിറ്റേഷനാണ്, സസ്യലതാദികൾ എങ്ങനെ ഉണ്ടാവുന്നു, ഏതൊക്കെ തരത്തിലുള്ള ഫോറസ്റ്റുകളാണ് നമുക്കുള്ളത്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ആൻഡ് സെമി എവർഗ്രീൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഡിസിഡ്യൂസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ടോൺ ഫോറസ്റ്റ്, മൗണ്ടൈൻ ഫോറസ്റ്റ്, ലിറ്ററൽ ആൻഡ് സ്വാം ഫോറസ്റ്റ്. എന്തൊക്കെയാണ്? നിത്യഹരിത വനങ്ങൾ, അതുപോലെ സെമി ഭാഗികമായിട്ടുള്ള നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിക്കുന്ന വനങ്ങൾ, വർഷത്തിൽ ഇലപൊഴിയും കാടുകൾ, ഓക്കെ. ദെൻ ടോൺ ഫോറസ്റ്റുകൾ, പിന്നെ മൗണ്ടൈൻ ഹിൽ ഫോറസ്റ്റുകൾ, ലിറ്ററൽ ആൻഡ് സ്വാമ്പ് ഫോറസ്റ്റ്, ലേക്കുകളും മറ്റുള്ളതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോന്നും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒക്കെ നോക്കുക. പിന്നെ അതിലുള്ള ആക്ടിവിറ്റീസ്, എത്രയാണ് മഴ പെയ്യുന്നത്, അതുപോലെ പ്രധാനപ്പെട്ട വൃക്ഷങ്ങൾ, ട്രീസ് ഏതൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കേണ്ടതാണ്. പിന്നെ എവിടേക്കാണ് അത് കാണപ്പെടുന്നത്, ഏതൊക്കെ ഏരിയയിലാണ് നിത്യഹരിത വനങ്ങൾ കാണുന്നത്, അല്ലാത്തത് എവിടെയാണ് കാണുന്നത്, ഇന്ത്യയിലെ ഫോറസ്റ്റ് കവർ എത്രയൊക്കെയാണ്. ഈ ഓപ്ഷണൽ സയൻസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാമും കൂടെ എഴുതാൻ കഴിയും. ആ സമയത്ത് ഫോറസ്റ്റ് റിലേറ്റഡ് അവരുടെ സിലബസിൽ കൂടുതലുള്ളത് കൊണ്ട് സയൻസ് ഓപ്ഷണലായി എടുത്തവർക്കുള്ള അഡ്വാൻറ്റേജ് ആണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എഴുതുക എന്നുള്ളത്, ഓക്കെ. ദെൻ സോഷ്യൽ ഫോറസ്ട്രി, ഫാം ഫോറസ്ട്രി, വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇൻ ഇന്ത്യ, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ബയോസ്ഫിയർ റിസർവ്സ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്, പുതിയത് വന്നതും, അതുപോലെ തന്നെ എന്തെങ്കിലും ന്യൂസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സായിട്ട് എന്തെങ്കിലും കണക്ഷനുള്ള ഇതൊക്കെ നന്നായി നോക്കി വെക്കുക. എല്ലാം കൂടെ ബൈഹർട്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ, ഓക്കെ. ഏതായാലും ന്യൂസ് പേപ്പർ വായിക്കുമ്പം വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡീപ്പായിട്ട് നോക്കണം എന്നാണ്. അത് സ്റ്റാറ്റിക് പോർഷൻ ആണെങ്കിൽ, ഇപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി ഏതായാലും കറണ്ട് അഫയേഴ്സുമായിട്ട് വന്ന ഒരു പോയിൻ്റ്, അതിൻ്റെ ഡീപ്പായിട്ടുള്ള നോളജ് നമുക്കുണ്ടാവണം. അത് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും, ഇപ്പോൾ WTO ആയിട്ട് എന്തെങ്കിലും ഒരു WTOയുടെ വന്ന WTO എപ്പോഴാണ് ഒറിജിനേറ്റ് ചെയ്ത്, ആരൊക്കെയാണ് ഫൗണ്ടേഴ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ ഈ പറഞ്ഞ ബയോസ്ഫിയർ റിസർവ്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പേര് ന്യൂസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക, ഓക്കെ. പ്രധാനപ്പെട്ട നീൽഗിരി ബയോസ്ഫിയർ, പിന്നെ പ്രധാനപ്പെട്ട ഈ സ്റ്റേറ്റുകളുടെ ബോർഡറിലുള്ളത്, എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളത്, എന്തെങ്കിലും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളുള്ളത്, വളരെ റെയർ ആയിട്ടുള്ള ആനിമൽസ് അല്ലെങ്കിൽ ചെടികളൊക്കെ കാണുന്നത്, ഇതൊക്കെ ശ്രദ്ധിക്കുക. സുന്ദർബൻ, ഗൾഫ് ഓഫ് മന്നാർ, എറ്റ്സെട്ര. നെക്സ്റ്റ് സോയിൽ,
സോയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽസ്, എന്തൊക്കെ തരത്തിലുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സോയിൽസ്? അലൂവിയൽ സോയിൽ, ബ്ലാക്ക് സോയിൽ, റെഡ് ആൻഡ് യെല്ലോ സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, അറൈഡ് സോയിൽ, സലൈൻ സോയിൽ, പീറ്റി സോയിൽ, ഫോറസ്റ്റ് സോയിൽ. ഇത്രയാണ്. ഇനി ഈ സോയിലുകളൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? കൂടുതൽ എവിടെയാണ് കാണുന്നത്? ഇതിൽ ഉണ്ടാവുന്ന ക്രോപ്സ് ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട കൃഷി രീതികൾ, ഏതൊക്കെ മണ്ണ് എവിടേക്കാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബ്ലാക്ക് സോയിൽ എന്തിന് ഫേവറബിൾ ആണ്? അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ ഏതൊക്കെ ക്രോപ്പിന് അഡ്വാൻറ്റേജ് ആണ്? ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്, അതുമായി ബന്ധപ്പെട്ട കൃഷി മറ്റുള്ള കാര്യങ്ങൾ, ഈ മണ്ണ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. സലൈൻ സോയിൽസ്, പീറ്റി സോയിൽസ്, ഫോറസ്റ്റ് സോയിൽ, സോയിൽ ഡീഗ്രഡേഷൻ. ഇനി സോയിൽ ഡീഗ്രഡേഷൻ അതുപോലെ തന്നെ കൺസർവേഷൻ, എന്തൊക്കെയാണ് മാർഗ്ഗങ്ങൾ? സോയിൽ കൺസർവേഷൻ്റെ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ ടെക്നിക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതൊക്കെയാണ്. ഇതിൻ്റെ ബേസ് ഇതിൽ കിട്ടും. അതിൻ്റെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കും. നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്, ഇന്ത്യയിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഡിസാസ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫ്ലഡ്, ഇത് ഒരു കണക്കെടുപ്പ്, ലോകത്ത് നടന്ന പല നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെയും കണക്കെടുപ്പാണ്. എർത്ത് ക്വേക്ക് പോലത്തെ ലിസ്റ്റ് ഒന്ന് വായിച്ചാൽ ഡേറ്റ്, ഇയേഴ്സ് ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. ദെൻ ഇന്ത്യയിൽ നടന്നത് എർത്ത് ക്വേക്ക് പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്? ലിസ്റ്റ് ഇവിടെ, ഓക്കെ, ഇത് ലിസ്റ്റല്ല. ഏതായാലും ഇത് 3 ടൈപ്സ് ഓഫ് എഫക്ട്സ് ഓഫ് എർത്ത് ക്വേക്സ് ഓൺ ഗ്രൗണ്ട്, ഓൺ മാൻമെയ്ഡ് സ്ട്രക്ചേഴ്സ്, ഓൺ വാട്ടർ. എന്തൊക്കെയാണ് ഓരോന്നും? ഇപ്പോൾ സുനാമി ഉണ്ടാകുന്നത് വേവ്സ് അല്ലെങ്കിൽ വാട്ടറിലാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ബിൽഡിങ്ങിനൊക്കെ സംഭവിക്കുക, അതുപോലെ ഗ്രൗണ്ടിന് എന്ത് സംഭവിക്കും, ഇങ്ങനത്തെ കാര്യങ്ങൾ. സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ്. ഒരു എർത്ത് സംഭവിച്ചാൽ എന്തൊക്കെയാണ് എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചേഞ്ച് ആവുന്നത്, ഒരു സമൂഹത്തിൻ്റെ സോഷ്യൽ സ്ട്രക്ചറിൽ അത് എന്തൊക്കെ മാറ്റം കൊണ്ടുവരുന്നു, എറ്റ്സെട്ര. ദെൻ സുനാമി, ഏതൊക്കെ സുനാമികളാണ്, എന്താണ് സുനാമി, എങ്ങനെയാണ് സുനാമി ഉണ്ടാവുന്നത്? ട്രോപ്പിക്കൽ സൈക്ലോൺ, കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ, ഫ്ലഡ്സ് അഥവാ വെള്ളപ്പൊക്കങ്ങൾ, പ്രധാനപ്പെട്ട വെള്ളപ്പൊക്കങ്ങൾ, അതിനുള്ള നാശനഷ്ടങ്ങൾ, ഡ്രൗട്ട്സ്, വെള്ളമില്ലാത്ത അവസ്ഥ. ദെൻ ലാൻഡ് സ്ലൈഡ്സ്, ഭൂമി എന്താണ് തെന്നി നീങ്ങുന്നത്, ഉരുൾപൊട്ടുക എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമുക്ക് മെയിൻസിൽ വേറെ ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കാനുണ്ട്. NCERTയുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടെക്സ്റ്റ് ബുക്കുകൾ അതിനെ റെഫർ ചെയ്യണം. ഓക്കെ, ദെൻ ഇൻഡിസസ് ആണ് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, ഓരോ കണക്കെടുപ്പ്. പിന്നെ പ്രധാനപ്പെട്ട ടേംസ് റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. NCERTയുടെ റൈറ്റിംഗ് പാറ്റേൺ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. മറ്റുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത് കിട്ടാൻ വേണ്ടി ഷീനെജു എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റ് നോക്കി മറ്റുള്ള സബ്ജക്റ്റുകൾ കിട്ടും.